നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് ഇത്രയും ചെറിയ ഒരു ഇടമായി പോയതെന്ന്? വിഭജന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഉയരുന്നതാണല്ലേ. ചിക്കൻസ് നെക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിലിഗുരി ഇടനാഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ്. ഏകദേശം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇടനാഴിയിലൂടെ രൂപീകരണം മുതൽ ഇന്നത്തെ തന്ത്രപ്രധാനമായ പ്രാധാന്യം വരെ സങ്കീർണമായ രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ സുരക്ഷാ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 1947 ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ച സർ സിറിൽ റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത്. പഞ്ചാബ്, ബംഗാൾ പ്രവിശ്യകളെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി വിഭജിച്ച ഈ രേഖ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ദുരന്തമായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയുമില്ലാത്ത ഒരാൾ കേവലം 5 ആഴ്ചകൾക്കുള്ളിൽ നടത്തിയ ഈ വിഭജനം എങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചത് എന്ന് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. 1947 ഇന്ത്യൻ വിഭജനത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് അഭിഭാഷകനായ സർ സിറിൽ റാഡ്ക്ലിഫ് വരച്ച റാഡ്ക്ലിഫ് രേഖയാണ് ഈ ഇടനാഴിയുടെ രൂപീകരണത്തിന് അടിസ്ഥാനമിട്ടത്. ഇന്ത്യയെക്കുറിച്ച് മുൻപരിചയമില്ലാത്ത റാഡ്ക്ലിഫിന് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് അതിർത്തികൾ വേർതിരിക്കാനായിരുന്നു നിർദ്ദേശം.